نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി തീരുന്നത്, നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അല്ലാഹുവിലുള്ള സൂക്ഷ്മതയാണ്, തഖ്വയാണ്. അത് നേടിയെടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഴിഞ്ഞ റമളാനിൽ, നാം കഴിഞ്ഞു തീർന്ന റമളാനിൽ അല്ലാഹു തആല നമ്മുടെ മേലെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക, യാത്രക്കുള്ള പാതയം ഒരുക്കുക, അതിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യലും അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കലുമാണ്. ബുദ്ധിയുള്ളവരെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, റമളാൻ കഴിയുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചിന്ത, നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ, റമളാനിൽ നാം ചെയ്തു വന്ന സൽക്കർമ്മങ്ങൾ, അതിൽ നാം നേടിയെടുക്കേണ്ട സ്ഥിരതയാണ്, അതിലുള്ള സ്ഥൈര്യമാണ്. സൽക്കർമ്മങ്ങൾ അത് ജീവിതത്തിലുടനീളം നമുക്ക് ആവശ്യമാണ്. അതിന്റെ അവസാനം നമ്മുടെ മരണമാണ്. അവസാന നിശ്വാസം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ സൽക്കർമ്മങ്ങളിൽ നാം ഓരോരുത്തരും മുഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വന്നെത്തുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ഇബാദത്ത് ചെയ്യുക. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, പറയുക, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മങ്ങളും അതുപോലെ തന്നെ എന്റെ ജീവിതം, അത് തുടക്കം മുതൽ അവസാനം വരെ, എന്റെ മരണവും എല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് നമുക്കറിയാം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വഉസാനി ബിസ്സലാഹ് വസ്സകാ മാ ദുംതു ഹയ്യ. ഞാൻ ജീവനോടെ ഉള്ള കാലത്തോളം അല്ലാഹു അതാ എന്നോട് ഉപദേശിച്ചിട്ടുണ്ട് നിസ്കാരം നിർവഹിക്കാനും അതുപോലെ സക്കാത്ത് നൽകാനും. അതെ, മരണം വരെ ഇബാദത്തിൽ മുഴുകുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ആ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള നമ്മുടെ ഹക്കിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയുണ്ടാവണം. അത് വളരെ കുറഞ്ഞ കർമ്മങ്ങളാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദ്ദിദു വഖാരിബു വഅബ്ശിറു. നിങ്ങൾ നേരെ ചൊവ്വേ നിലനിൽക്കുക, നിങ്ങൾ ഹക്കിനോട് അടുക്കുക, അതുപോലെ തന്നെ സന്തോഷ വാർത്ത നിങ്ങൾക്കിത് അറിയിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു ലയുദ്ഖിലൽ ജന്ന അഹദൻ അമലുഹു. കർമ്മങ്ങൾ മാത്രമല്ല നിങ്ങളെ സ്വർഗത്തിന് പ്രവേശിപ്പിക്കുന്നത്, കർമ്മങ്ങൾ മാത്രമല്ല സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്ന കാര്യം. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും അങ്ങനെ തന്നെയാണോ? വെറും കർമ്മങ്ങൾ കൊണ്ട് മാത്രമല്ലേ സ്വർഗം കിട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അന, ഞാനുമല്ല, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു മിൻഹു ബിറഹ്മ, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ. കർമ്മങ്ങളോടൊപ്പം അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാണ്
സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലമു, നിങ്ങൾ അറിയണം, അന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹു വഇൻ ഖല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ളതാണ്, സ്ഥിരമായി ചെയ്യുന്നത്. അത് കുറവാണെങ്കിലും ശരി, കുറച്ചു കുറഞ്ഞാലും കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് മാത്രമല്ല സ്വർഗപ്രവേശനം കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ചെയ്യുന്ന കർമ്മങ്ങൾ അത് സ്ഥിരമായി ചെയ്യുന്ന, അത് സ്ഥിരതയോടുകൂടി ചെയ്യുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് കുറച്ചു കുറഞ്ഞാലും ശരി, സൽക്കർമ്മം വർദ്ധിപ്പിക്കണം. പക്ഷേ അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്ഥിരത നേടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്, ഇദാ സ്വല്ലാ സ്വലാതൻ അഹബ്ബ അയ്യുദാവിമ അലൈഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഐച്ഛികമായ നിസ്കാരം തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിസ്കാരങ്ങളിൽ എന്തെങ്കിലും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, റക്അത്തുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് സ്ഥിരമായി ചെയ്യുന്നത്, സ്ഥിരതയോടുകൂടി ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് പറയാണ്, വകാന ഇദാ ഗലബഹു നൗമുൻ ഔ വജഉൻ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കരിക്കുമ്പോൾ ഉറക്കം വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ഷീണമോ ബുദ്ധിമുട്ടോ കാരണം രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ 11 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ അൻ ഖിയാമിൽ ലൈൽ സ്വല്ലാ മിനൻ നഹാരി 12 റക്അത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ അതിന് പകരമായി 12 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. പകലിൽ 12 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബീവി പറയുകയാണ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ റമളാനുമായി ഇനിയുള്ള കാലം നാം താരതമ്യം ചെയ്യണം. സലഫുകൾ ചെയ്യാറുള്ളത് പോലെ സലഫുകൾ അവരുടെ ബാക്കിയുള്ള ജീവിതം റമളാനുമായിട്ടാണ് താരതമ്യം ചെയ്യാറുള്ളത്. റമളാൻ കഴിഞ്ഞാൽ പിന്നീടുള്ള 6 മാസം ആ റമളാനിലെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി കർമ്മങ്ങളിൽ മുന്നിടും. പിന്നീടുള്ള 6 മാസം അടുത്ത റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അവർ സൽക്കർമ്മങ്ങളിൽ മുന്നിടും. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. ഈ റമളാൻ, കഴിഞ്ഞുപോയ റമളാൻ നമുക്കൊരു താരതമ്യം ചെയ്യാനുള്ള കാര്യമായി എത്രത്തോളമാണ് കർമ്മങ്ങളിൽ നമുക്ക് ആ റമളാനിനോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടുള്ളത് നാം പരിശോധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർമ്മങ്ങളിലെ സ്ഥിരതയാണ്. സ്വഹാബികൾ അവർ അത് പാലിച്ചിരുന്നവരായിരുന്നു. ഒരിക്കൽ ഫാത്തിമ ബീവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബീവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില ജോലിക്കാരെ അടിമകളായി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയി. ഒരു ജോലിക്കാരനെ, ജോലിയെല്ലാം ചെയ്ത് ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരു ജോലിക്കാരനെ ആവശ്യപ്പെടാൻ വേണ്ടി. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ റസൂലുള്ളാഹി അവിടെ ഇല്ല. ആയിഷ ബീവിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, പറയണമെന്ന് പറഞ്ഞു. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അറിയിച്ചു, മകളായ ഫാത്തിമ വന്നിരുന്നു, ഇങ്ങനെ ഒരു അടിമയെ ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞു. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പോയിക്കൊണ്ട്, ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പോയിക്കൊണ്ട് ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹുവിന്റെ നടുവിലായി ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാ, നിങ്ങൾ എന്നോട് ചോദിച്ചതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഇദാ അഖദ്തുമാ മവാജിഅകുമാ ഔ ആവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിലെത്തിയാൽ, നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസബ്ബിഹ 33, നിങ്ങൾ 33 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. വഹ്മദ 33, 33 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. വകബ്ബിറ 34, 34 തവണ അല്ലാഹു അക്ബർ എന്ന് പറയണം. നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ ഖൈറായത് ഇതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു ജോലിക്കാരൻ ഉണ്ടാവുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഖൈറായത് ഈ കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അധികം ഫിത്നയുണ്ടായിരുന്ന സിഫീൻ യുദ്ധത്തിന്റെ സമയത്തിലും അലി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ രാത്രിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഇത് ചെയ്യാറുണ്ടായിരുന്നു, അത് ശീലമാക്കിയിരുന്നു, അത് കേട്ടത് മുതൽ ഞാൻ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നു. അതേ സഹോദരങ്ങളെ, ഒരു സുന്നത്ത്, ഒരു ഐച്ഛികമായ കർമ്മം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായി ചെയ്യാൻ നാം പരിശ്രമിക്കണം. അതിന് റമളാൻ നമുക്കൊരു പ്രേരണയാകണം. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ മുന്നിടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഅജാബുൻ നഫ്സ്, സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖിനാൽ റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഖുർആൻ പാരായണമാവട്ടെ, ദാനധർമ്മങ്ങളാവട്ടെ, നിസ്കാരമാവട്ടെ, എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്, അതൊരിക്കലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാവരുത്. അള്ളാഹുവിന് മുമ്പിൽ ഞാൻ ഇന്നാലിന്ന കർമ്മങ്ങൾ ചെയ്തല്ലോ, ഞാൻ നല്ലൊരാളാണല്ലോ എന്ന ചിന്ത നമുക്ക് വരരുത്. ഒരു ഹദീസ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന റജുലൻ യുജറു
على وجهه من يوم ولد إلى أن يموت حرما في مرضات الله تعالى. ഒരു വ്യക്തി അവൻ മുഖം കുത്തിയവനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന കർമ്മങ്ങളിൽ അങ്ങേറ്റം മുഴുകുന്ന മുഖം കുത്തിയ അവസ്ഥയിൽ അവന്റെ ജനനം മുതൽ വാർദ്ധക്യത്തിലെത്തി അവൻ മരിക്കുന്നത് വരെ സുജൂദിലാണ്, ഇബാദത്തിലാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതിലാണ്. അവൻ നാളെ പരലോകത്തെത്തിയാൽ ലഹഖറഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ കർമ്മങ്ങൾ വളരെ നിസ്സാരമായിരിക്കും. അള്ളാഹു നൽകിയ നിഅമത്തുകളോടും അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കടമകളോടും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അവന്റെ കർമ്മങ്ങൾ അത്ര നിസ്സാരമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നേറിയാലും അത് അള്ളാഹുവിനോടുള്ള ഹക്കിന് പകരമാകില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തി നേടാൻ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ മുന്നേറുക, അതിൽ സ്ഥിരത നേടുക, അതിൽ സ്വന്തത്തിൽ അത്ഭുതം കൂറുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ അറാദ അല്ലാഹു ബിഅബ്ദിൻ ഖൈറ ഇസ്തഅമലഹു ഖബ്ല മൗതിഹി. ഒരടിമക്ക് അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചാൽ മരണത്തിന് മുമ്പായി അവനെ കൊണ്ട് പണിയെടുപ്പിക്കും എന്ന ഹദീസ് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വകൈഫ യസ്തഅമിലുഹു, എന്താണ് യസ്തഅമിലുഹു, അവനെ കൊണ്ട് പണിയെടുപ്പിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖഹു ലിഅമലിൻ സാലിഹ് ثم يقبضه عليه, അവനെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. അങ്ങനെ നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവനെ പിടികൂടുന്നതാണ്, അഥവാ അവനെ മരിപ്പിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക, തിന്മകൾ ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ള തൗഫീഖ് കൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല. നമ്മുടെ സ്വന്തം കഴിവോ ശക്തിയോ അല്ല അതിനു പിന്നിലുള്ളത്, അള്ളാഹു നൽകുന്ന മഹത്തായ ഔദാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ സ്മരിക്കാനും നന്ദി കാണിക്കാനും നാം ധാരാളമായി തേടണം. എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തിൽ നാം പറയുന്നത് പോലെ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ നിന്നെ സ്മരിക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് അള്ളാഹുവിനോട് നാം തേടിക്കൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ യഅമലൂന ബസീർ. നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ അതുപോലെ നിന്നിലേക്ക് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് നിന്റെ ഒപ്പമുള്ള മുഅ്മിനീങ്ങളോടും പറയുന്നു, ഫസ്തഖിം, നേരെ ചൊവ്വേ നിലനിൽക്കുക, നേരെ ചൊവ്വേ നിലനിൽക്കുക, ദീനിൽ ഉറച്ചു നിൽക്കുക, നേരെ ചൊവ്വേ നിലനിൽക്കുക. വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ അതിര് കവിയരുത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ, നിങ്ങളുടെ കർമ്മങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് നോക്കിക്കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ പല വിഷയങ്ങളിലും അലസത ബാധിച്ചിട്ടുണ്ടാവും. റമദാനിലെ ദിവസങ്ങളെ പോലെ ഖുർആൻ പാരായണം നമ്മിൽ ഉണ്ടാവില്ല. റമദാനിലെ ദിവസങ്ങളെ പോലെ രാത്രി നിസ്കാരത്തിൽ നമ്മൾ കുറവ് വരുത്തിയിട്ടുണ്ടാവും. റമദാനിലെ ദിവസങ്ങളെ പോലെ ദിക്റും ദുആകളും കുറഞ്ഞിട്ടുണ്ടാവും. നാം ഒരു ആത്മപരിശോധന നടത്തുക. റമദാനിൽ നമുക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലും നമുക്കതിന് സാധിക്കും. അതിനുള്ള സമയം നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അങ്ങനെ കർമ്മങ്ങളിൽ സ്ഥിരത നേടുകയും സ്വന്തത്തിൽ അത്ഭുതം കൂടാതെ അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ച് നന്മകളിൽ മുന്നേറുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.